സഭയിലെ കോൺഗ്രസ് സഭാ നേതാവ് മല്ലികാർജുന ഖാർഗെയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ചോദ്യോത്തരവേളയിൽ ഇതിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ശൂന്യവേളയിൽ പ്രശ്നമുന്നയിക്കാൻ ഖാർഗെ ശ്രമിച്ചെങ്കിലും സ്പീക്കർ അനുവദിച്ചില്ല. ഗവർണർമാരുടെ നടപടി സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹത CBI അന്വേഷിക്കണമെന്ന് വിമത AIADMK നേതാവ് PR സുന്ദരം ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി അനന്തകുമാർ വ്യക്തമാക്കി. അതേസമയം പ്രതിരോധ മന്ത്രി പദം രാജിവെച്ച് മനോഹർ പരീക്കർ ഗോവ മുഖ്യമന്ത്രിയാകുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രിസഭയിൽ അഴിച്ചുപണിക്കും സാധ്യതയുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ ചുമതല വീണ്ടും ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് ലഭിച്ചു. അദ്ദേഹം ഇന്ന് ചുമതലയേറ്റിട്ടുമുണ്ട്. രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയെ കേന്ദ്രമന്ത്രിസഭയിലേക്കോ BJP സംഘടനാ തലത്തിലേക്കോ കൊണ്ടുവരാം. പകരം ഇപ്പോൾ കേന്ദ്രത്തിലുള്ള ഓം മാഥൂറിനെ മുഖ്യമന്ത്രിയാക്കിയേക്കും. കർണാടകയിലും ഗുജറാത്തിലും ഇക്കൊല്ലം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംഘടനാ തലത്തിലും BJPയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.